100 കോടി രൂപ ചെലവ് വരുമ്പോൾ വരുമാനമാകട്ടെ 75 ലക്ഷം രൂപ മാത്രമാണെന്ന് തപാൽ വകുപ്പ് പുറത്തിറക്കിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി രാജ്യത്ത് ടെലിഗ്രാം ബുക്കിംഗിനുള്ള സേവനം തപാൽ വകുപ്പ് പൂർണ്ണമായി അവസാനിപ്പിച്ചു. 1850-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരാണ് കൊൽക്കത്തയിൽ ആദ്യമായി ടെലിഗ്രാമിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നത്. ആദ്യ കാലഘട്ടത്തിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ടെലിഗ്രാം പിന്നീട് പൊതുജനങ്ങൾക്കും തുറന്നുകൊടുക്കുകയായിരുന്നു. ടെലിഫോൺ സംവിധാനങ്ങൾ വർദ്ധിക്കുന്നതിനു മുമ്പ് സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച കമ്പിയില്ലാ കമ്പി ഇപ്പോൾ ആശംസാ സന്ദേശങ്ങൾക്ക് വേണ്ടി മാത്രമായാണ് പലരും ഉപയോഗിക്കുന്നത്. വിദേശത്തേക്കുള്ള ടെലിഗ്രാം സേവനങ്ങൾ 2011-ൽ തന്നെ ഇന്ത്യ നിർത്തിയിരുന്നു. നിലവിൽ സൈന്യം മാത്രമാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ ടെലിഗ്രാം ഉപയോഗിക്കുന്നത്. അവസാന ദിവസം ടെലിഗ്രാം അയച്ച് ചരിത്രത്തിൽ ഇടനേടാനെത്തിയവർ നിരവധിയാണ്. I came here just to become a part of the life because nowadays Telegram has no meaning. So many SMSs, mobiles and all. But today it is becoming a history. So I came here just to be a part. ഇവരിൽ പലരും ജീവിതത്തിൽ ആദ്യമായാണ് ടെലിഗ്രാം സന്ദേശം അയക്കുന്നത്. വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാനായി സ്വന്തം വീട്ടിലേക്ക് ടെലിഗ്രാം അയച്ചവരും കുറവല്ല. ദില്ലിയിൽ നിന്ന് കൊച്ചിയിലുള്ള റിപ്പോർട്ടർ TV ആസ്ഥാനത്തേക്ക് ഞാൻ അയച്ച ഈ ടെലിഗ്രാം ഇന്ത്യയിലെ അവസാന ടെലിഗ്രാമുകളിൽ ഒന്നാകുമെന്ന കാര്യം ഉറപ്പാണ്. സാങ്കേതികവിദ്യ പുരോഗമിക്കുമ്പോൾ മുൻപേ എത്തിയവർക്ക് വിശ്രമിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യബോധത്തോടെ ക്യാമറമാൻ വികാസ് കുമാർ റായിക്കൊപ്പം PG പ്രബോധ്, റിപ്പോർട്ടർ, ദില്ലി.